ഞാൻ പറഞ്ഞു വിടുന്ന ഈ മെസ്സേജുകൾ കേൾക്കുകയും കാത്തിരുന്ന് ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ പലരും അവർ പഠിച്ചു വെച്ചിരിക്കുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇതാണ് സത്യം എന്ന് വിചാരിച്ച് അതിൽ തന്നെ മുറുകെ പിടിച്ചിരിപ്പുണ്ട്. അവരുടെ മനസ്സ് മാറാനോ ഇപ്പൊ ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ അവർക്ക് അത്രയും മനസ്സ് വരുന്നില്ല. പക്ഷേ ദൈവം എന്നോട് പറയുന്നു, എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് തെളിവുകളും അനുഭവങ്ങളും കിട്ടിയത് വെച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ ധൈര്യമായിട്ട് ഈ വിധ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാര്യം ഇതിൽ പലതും എനിക്ക് തെളിവുകൾ സഹിതം എന്നെ മനസ്സിലാക്കിച്ച് തന്നിട്ടുണ്ട് പല കാര്യങ്ങളും. പക്ഷെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന പലർക്കും ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് അവർക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനൊന്നും പറ്റൂല. കാരണം പല രീതിയിലും പണ്ട് മുതലേ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അവരുടേതായ കുറെ സത്യങ്ങളുണ്ട്. ഇതൊന്നും പെട്ടെന്ന് ഒരാൾ വന്ന് കുറച്ച് വ്യത്യാസം വരുത്തിക്കുമ്പോൾ അങ്ങ് മാറിയൊന്നുമില്ല. ഇതുപോലെ തന്നെ എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് സത്യങ്ങളും ശരികളും ഒക്കെ ഉണ്ടായിരുന്നു എന്റെ ചെറുപ്പകാലത്ത്. പക്ഷെ എന്നോട് ആ ഇടപെടുന്ന ശബ്ദം, ആ ശക്തി എന്റെ ഉള്ളിലൂടെ പല പല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഇതൊന്നും എനിക്ക് ആദ്യം ഉൾക്കൊള്ളാൻ പറ്റൂലായിരുന്നു. പക്ഷെ വർഷങ്ങൾ കൊണ്ട് എന്റെ അനുഭവത്തിലൂടെ ഇത് ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ പഠിച്ച ശരികളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ കേൾക്കുക. എന്നോട് ദൈവം പറയുന്നത് ഇത് ജനങ്ങളെ അറിയിക്കുക, കേൾക്കേണ്ടവർ കേൾക്കുക. ഇത് നിങ്ങളെ കേൾപ്പിക്കുന്നതും ആ എന്നോട് ഇടപെടുന്ന ദൈവം നിങ്ങളെ ഒരു നിമിത്തം പോലെ കേൾപ്പിക്കുന്നതാണ്. എല്ലാവരും ഇത് കേൾപ്പിക്കുകയില്ല. കാരണം ഇതൊക്കെ കേൾക്കണം. ഇത് കേട്ട് അവർക്ക് ഒരു വ്യത്യാസം വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നവരാണ് ഇത് കേൾക്കുന്നത്. പക്ഷെ ഈ കേൾക്കുന്നവർ പലരും ഇതങ്ങോട്ട് പലതും അംഗീകരിക്കുന്നില്ല. അത് ഞാൻ പണ്ട് മുതലേ ഉള്ള ചില മെസ്സേജിന്റെ കമന്റുകളൊക്കെ 2 ദിവസം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പൊ ഒരുപാട് പേര് അവരുടെ കാഴ്ചപ്പാട് ഇതാണ് ശരിക്കും ഇതാണ് സത്യം, ഞാൻ പറയുന്ന കാര്യത്തിൽ പലതും അങ്ങോട്ട് കറക്റ്റ് അല്ല എന്നൊക്കെ രീതിയിൽ അവരുടെ സത്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. ഇത് ചിലത് ഞാൻ ഇതിൽ ചിലതൊക്കെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്റെ പഴയ മെസ്സേജുകളിലൂടെ ഞാൻ പറഞ്ഞു വിട്ട പല കാര്യങ്ങളും പലരും ഒന്നും കേട്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് പറയുന്ന എന്തോ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം പറയുന്ന ഈ മെസ്സേജ് കേട്ടിട്ടൊക്കെ ആയിരിക്കും പലതും ഇങ്ങോട്ട് കമന്റുകൾ ഇടുന്നത്. അപ്പം അങ്ങനെയുള്ളവർ മൊത്തമേ ഒന്ന് കേട്ടു നോക്കുക. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ പല കാര്യങ്ങളും നിന്ന് കേൾക്കാം. പക്ഷെ ഇതെല്ലാം നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് പറയാനും പറ്റൂല. കാരണം ഞാൻ വിശ്വസിച്ചതേ ഭാവിയിൽ ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഇത് എനിക്ക് സംശയമായി നിൽക്കുന്ന സമയത്ത് എന്റെ ജീവിത അനുഭവത്തിലൂടെയും ഈ പ്രകൃതി എന്നെ പല മേഖലയിലൂടെയും കടത്തിക്കൊണ്ട് പോയപ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ വിശ്വസിച്ചത്. അപ്പൊ അതേപോലെ വെറുതെ കേൾക്കുക. കാരണം നിങ്ങളുടെ ആത്മാവ് ഇതെല്ലാം എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന ബോധ മനസ്സുകൊണ്ട് ബോധത്തിൽ പഠിച്ച പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നിങ്ങളിത് അംഗീകരിക്കാൻ പറ്റാത്തത് അല്ല താല്പര്യപ്പെടാത്തത്. സ്വാഭാവികമായിട്ട് അങ്ങനെ വരുള്ളൂ. പക്ഷെ എന്നോട് ദൈവം പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പൊ ഞാൻ ഈ മെസ്സേജുകളെല്ലാം ഇങ്ങനെ വിടുമ്പോൾ ഇത് പല ആവർത്തി കേട്ടിട്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റൂല. ഞാൻ ആദ്യമേ പറയുന്നുണ്ട് ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റൂല. ഇത് ആ ഒരു ലെവലിൽ വളർന്നവരും അല്ലെങ്കിൽ എന്റെ ആത്മാവ് വരേണ്ട ആ ഒരു തലത്തിലേക്ക് എത്തുന്നവർക്കൊക്കെ ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മെസ്സേജ് വിടുന്നത്. അല്ലാതെ എന്റെ ഒരു തലത്തിലേക്ക് വരാത്ത പല പല സെക്ഷൻ ഉണ്ടല്ലോ ആത്മാക്കൾക്ക്. അപ്പൊ ആ ആത്മാക്കൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റൂല. പക്ഷെ വെറുതെ കേൾക്കുക. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ ചില കല്ല് മനസ്സുള്ള ചിലരുണ്ട്. അവരവരുടെ സിദ്ധാന്തത്തിൽ തന്നെ 100% ഉറച്ചു നിന്നുകൊണ്ട് തർക്കിച്ചും ചില നമ്പറുകളൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പൊ എന്നോട് ഇത് പറഞ്ഞ മെയിൻ കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പല കാര്യങ്ങളും കേട്ടിട്ടും ഒരു മാറ്റവും വരാതെ തർക്കിക്കുന്നവരെ അവരുടെ വഴിയിൽ അതാണ് ശരി എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ കമന്റിലൊക്കെ പലരെയും ഞാൻ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി, നിങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ അയക്കുന്നതിന്റെ കാരണം അങ്ങനെ പറഞ്ഞ് അവരെ ഒന്ന് പറഞ്ഞു വിടുക, അവരുടെ രീതിയിൽ അവരുടെ വഴിക്ക് തന്നെ വിട്ടുകളയുക എന്ന ഒരു കാര്യം കൂടി ഇതിന്റെ അകത്തുണ്ട്. ചെറിയൊരു കളിയാക്കൽ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ പറയുന്നത് മറ്റുള്ളവർക്കും കൂടി ബോധം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരവരുടെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകളയുക. കാരണം അവരെ കൊണ്ട് ഇത് കേൾപ്പിച്ചത് എന്നെ നിയന്ത്രിക്കുന്ന ദൈവമാണ് അവരെ കൊണ്ട് ഇതൊക്കെ കേൾപ്പിക്കുന്നത്. കാരണം അവരെ ആത്മാവ് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കേൾക്കുന്ന വ്യക്തിയാണ് ഇത് എടുക്കാത്തത്. അപ്പൊ അവര് തള്ളിക്കളയും. അപ്പം അവർ റിജക്ട് ചെയ്യുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകളയുക എന്നാണ് ദൈവം എന്നോട് പറയുന്നത്. അങ്ങനെ വിട്ടുകളയുമ്പോൾ ദൈവം തന്നെ മറ്റതൊരു ശക്തികളിലൂടെ അനുഭവത്തിലൂടെ ഭാവിയിൽ അവരെ ഇതെല്ലാം പഠിപ്പിച്ച് മനസ്സിലാക്കിച്ച് കൊണ്ടുവരും.
അന്നേ അവർക്കിത് പിടികിട്ടുള്ളൂ. അന്ന് ഈ കേട്ട കാര്യങ്ങളൊക്കെ ശരിയായിരുന്നല്ലോ എന്ന് അന്നേ പിടികിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടി അവരെ തള്ളിക്കളയുക. അപ്പൊ പുച്ഛിച്ച് സംസാരിക്കുന്നവരെ പുച്ഛഭാവത്തിൽ തന്നെ തള്ളിക്കളയുക എന്ന് എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. കാരണം അവരെയൊക്കെ നിർബന്ധിപ്പിച്ച് പഠിപ്പിച്ച് തർക്കിച്ച് ശരി കുത്തി ഇഞ്ചക്ട് ചെയ്യുന്ന പരിപാടി എനിക്ക് ദൈവം പറഞ്ഞു തന്നിട്ടില്ല. കാരണം ഇതൊരു ഈ അന്ത്യകാലത്ത് ദൈവം കൊടുക്കുന്ന ഒരു ലാസ്റ്റ് വാണിംഗ് പോലെയാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ദൈവം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ കേൾക്കുന്ന പലരും അവരുടെ ഒരു 70-80% വരെ പല കാര്യത്തിലും അവർ ഓക്കെ ആയിട്ടാണ് ദൈവം കാണുന്നത്. കാരണം അത്രയും അവർ പെർഫെക്റ്റ് ആയിട്ട് നിൽപ്പുണ്ട്, അവർ ആത്മാവ് അത്രയും ഓക്കെ ആയിട്ട് നിൽപ്പുണ്ട്, അവരുടെ മനസ്സും ഏതാണ്ട് ആ ഒരു തലത്തിലേക്ക് അഡ്ജസ്റ്റ് ആണ്. പക്ഷെ ബാക്കി ഒരു 15-20-30% എന്തൊക്കെയോ മണ്ടത്തരങ്ങളിലൂടെ അവർ അതിൽ അടിയുറച്ച് നിൽക്കുന്നത് കാരണം അവരുടെ ബാക്കി വളർച്ച നടക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോളണം, ഇത് കേൾക്കുന്ന പലരും ഒരു 70-80% വരെ ഓക്കെയാണ്. പക്ഷെ ബാക്കി കുറച്ച് ഭാഗങ്ങളിൽ ആണ് ഈ തെറ്റായ രീതിയിലുള്ള ചില കാഴ്ചപ്പാടിൽ അവർ ഉറച്ചു നിൽക്കുന്നത്. അപ്പൊ അതും കൂടി ശരിയായാൽ അവർക്ക് ദൈവത്തിന്റെ ആ ഒരു ഹൈ തലത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഇത് ശരിയാക്കാനായിട്ട് ഇവരുടെ ബോധമനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം ഈ ബോധമനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില നെഗറ്റീവ്സ്, ചില മതത്തിന്റെ അടിമത്വമായിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ദേവീ ദേവന്മാരും സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ശക്തികളെ അവരെ സ്വാധീനിച്ച് അവരെ ഈ വ്യക്തികളെ ഈ ശക്തികൾ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും ഈ ബോധമനസ്സിനെ അവർ പല രീതിയിലും പലതിലും ബന്ധനത്തിലാണ്, അടിമപ്പെട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതെ അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അപ്പൊ ഇത് ഉറച്ചു നിൽക്കുന്നത് കാരണമാണ് ഇവർക്ക് അങ്ങോട്ടങ്ങോട്ട് പ്രകൃതിയുടെ വ്യവസ്ഥകളെല്ലാം തെറ്റിപ്പോകുന്നത്. കാരണം ഇവരെന്തോ ഒരു തെറ്റ് ഇതാണ് ശരിയെന്ന് പഠിച്ചു വെച്ചിട്ട് അവരുടെ മൈൻഡ് സെറ്റ് ആ ഒരു രീതിയിൽ നിന്നുകൊണ്ടാണ് പിന്നീട് അവർ ജീവിച്ചു പോകുന്നത്. അപ്പൊ ഈ മൈൻഡാണ് ശരിക്കും പറഞ്ഞാൽ മാറേണ്ടത്, പ്രവൃത്തിയല്ല. ഇവരുടെ മനസ്സാണ് മാറേണ്ടത്. മനസ്സ് മാറിയാലേ ആത്മാവിന് അടുത്ത ശരിയിലേക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർ മനസ്സ് തെറ്റി നിൽക്കുന്ന കാലത്തോളം ഇവരുടെ പ്രവൃത്തിയും ഇവർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും എല്ലാം തെറ്റായി തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ അത് കാരണം ആത്മാവിന് ബാക്കി വളരാൻ കഴിയാതെ മുരടിച്ചു പോകും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ തെറ്റിയ കാര്യത്തിന് അതിന്റേതായിട്ടുള്ള കർമ്മത്തിന്റെ ഫലങ്ങൾ ഇവരിങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ 70-80% ദൈവത്തിന്റെ പ്രകൃതിയുടെ വ്യവസ്ഥകൾക്ക് ഓക്കെ ഇരിക്കുന്നാൽ പോലും ഈ ബാക്കി 20%-ഓളം തെറ്റിലേക്ക് തന്നെ ഇവരെ മനസ്സ് നിൽക്കുന്നത് കാരണം ഇവർക്ക് എപ്പോഴും അതിന്റേതായ കഷ്ടവും പീഡനവും വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതും കൂടി മാറാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നിലൂടെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത്. അപ്പൊ എന്നിലൂടെ കേൾക്കുന്നവരെല്ലാം ആത്മീയമായിട്ട് കുറച്ച് വളർന്ന് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തേണ്ട ആത്മാക്കളാണ്. പക്ഷെ എങ്കിൽ പോലും ബോധമനസ്സ് ഇത്തിരി ജ്ഞാനെന്ന ഭാവവും അഹങ്കാരവും എന്തൊക്കെ നേടിയെന്ന ലെവലിൽ നിൽക്കുന്നത് കാരണം ആത്മാവിന് ബാക്കി വളരാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഇത് കേട്ട് എല്ലാവരും പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കി ഓടി എന്റെ അടുത്തോട്ട് അടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കേട്ട് കഴിഞ്ഞാലേ ഈ കേട്ട വ്യക്തികളെ കൊണ്ടുപോയി ദൈവത്തിന് ഇനി അങ്ങോട്ട് വർഷങ്ങൾ എടുത്ത് അവരെ പഠിപ്പിച്ച് അനുഭവത്തിലൂടെ ഇതാണ് ശരിയെന്ന് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നാളെ സമയത്ത് ദൈവം അവരെ പഠിപ്പിക്കും, അവരെ ശരി പഠിപ്പിക്കും. ചില അനുഭവത്തിലൂടെ സാഹചര്യത്തിലൂടെയും പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതെന്ന് തിരിച്ചറിയാതെ അവർ ദൈവത്തോട് നിലവിളിക്കുകയും നിരാശയും ദൈവത്തോട് വിറുവിറുത്തും വിഷമിച്ചും നിരാശയിൽ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ പോകാതിരിക്കാനാണ് എന്നിലൂടെ ഈ അറിവുകൾക്ക് തരുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഭാവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിവ് വരും എന്ത് കാരണം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെന്ന്. നിങ്ങൾക്ക് നാളെ സമയത്ത് ബോധം വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ദൈവം പറയുന്നത് ആരെങ്കിലും എതിർക്കുകയോ തർക്കിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ അങ്ങ് തള്ളിക്കളയുക. കാര്യം അവരവരെ വഴിക്ക് വിട്ടേക്കുക. കാര്യം ബാക്കി ദൈവത്തിന്റെ കയ്യിലാണല്ലോ. അപ്പൊ അത് നടന്നോളും. പലരെയും ഞാൻ ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ചിലരെ ഭയങ്കര പഠിപ്പീരും ഭയങ്കര ഡയലോഗ് അടിക്കുന്നവരെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യും. കാരണം വെച്ചാൽ ഇനി അവരെന്റെ ഇത്രയും മെസ്സേജ് അത് ഞാൻ നോക്കും, എത്രത്തോളം മെസ്സേജുകൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ നോക്കിയിട്ട് അവരെ തള്ളിക്കളയുള്ളൂ. കാരണം ഇത്രയും കേട്ടിട്ടും യാതൊരു കുലുക്കവും യാതൊരു വ്യത്യാസവും വരാത്ത ചില വ്യക്തികളൊക്കെ ആ ദൈവത്തിന്റെ അദൃശ്യ ശക്തികൾ അവരെ ജീവിതത്തിലൂടെ ഇത്തിരി ഒന്ന് കടുപ്പിച്ച് പരീക്ഷിച്ചു കൊണ്ടുപോയാലേ അവർക്ക് മനസ്സിനൊരു മാറ്റം വരും. കാരണം കല്ല മനസ്സാണ്, അത് മാറണമെങ്കിൽ കുറച്ചൊന്ന് കടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അവരെ ദൈവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുന്നതാണ്. ചിലവരെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും.
പിന്നെ ചിലരെ എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ട എടുത്തു ചാടി ഡയലോഗുകൾ വിടുന്നതാണ്. കാരണം അവരെ ഉള്ളിലെ നെഗറ്റീവ് കിടന്ന് ഇളവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ വരും. അപ്പൊ അത് വെച്ചിട്ട് അവർ പറയുന്നതാണ്. പക്ഷെ അവര് മാറുന്നുണ്ട് എന്ന് എന്റെ അടുത്ത് ദൈവം പറയുന്നവരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാറില്ല. അവരെ അവരുടെ വഴിക്ക് വിട്ടുകൊടുത്താലും ബാക്കി മെസ്സേജുകളോട് കേൾക്കാൻ കണക്കിന് ഞാൻ അങ്ങനെ വെച്ചേക്കും. ചിലരെയൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് കളയും. കാരണം അത് ഉള്ളിൽ തന്നെ വെറും പാഴാണ്, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ സമയത്ത് 5-10 വർഷം കഴിയുമ്പോഴേ കുറച്ച് ബോധം വരുള്ളൂ. അതുവരെ അങ്ങ് ദൈവത്തിന്റെ കയ്യിൽ മറ്റേ അദൃശ്യ ദൈവത്തിന്റെ കൂടെ ശിക്ഷയുടെ കുറെ ശക്തികളുണ്ടല്ലോ, അപ്പൊ അവരുടെയൊക്കെ കയ്യിൽ വിട്ടുകളയുക എന്ന് പറഞ്ഞ് ഞാനും വിട്ടുകളയുന്നതാണ്. അവരൊക്കെ നന്നാക്കി എടുത്തിരിക്കും, മാറ്റമൊന്നുമില്ല. കാരണം അവരൊക്കെ ദൈവത്തിന്റെ ഈ ഒരു ഹൈ തലത്തിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന ആത്മാക്കളാണ്. അവരെല്ലാം പഠിപ്പിച്ച് കൊണ്ടുവന്നിരിക്കും. പക്ഷെ ഭൂമിയിൽ അത്രയും നാളും വലിയ സുഖം അവരനുഭവിക്കൂല എന്നേ ഉള്ളൂ, കുറെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അവർ പഠിച്ചിരിക്കും, സത്യങ്ങളെല്ലാം ബോധം വന്നിരിക്കും, അതിന് മാറ്റമൊന്നുമില്ല. ഇതിന്റെയൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഈ ബസ്സിന്റെ ഫുട്ബോർഡിലൊക്കെ തൂങ്ങി നിന്ന് അങ്ങനെ കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇത് എന്തോ വലിയ സംഭവമാണ്, ഇതാണ് ശരി എന്ന് വിചാരിച്ചാണ് ഞങ്ങളൊക്കെ അങ്ങനെ പോകുന്നത്. ഇപ്പൊ ഞങ്ങളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എല്ലാവരും അങ്ങനെ മത്സരമാണ്, ഫുട്ബോളിൽ തൂങ്ങിക്കിടന്ന് പോകാൻ ഒരു മത്സരവും. ഇപ്പൊ ബസ്സിന്റെ അകത്ത് സ്ഥലം ഉണ്ടായിരിക്കും, നടുക്ക് ഭാഗത്തൊക്കെ നല്ല സ്ഥലം ഉണ്ടെങ്കിലും കണ്ടക്ടർ അകത്തോട്ട് കയറി നിൽക്കാൻ പറഞ്ഞാലും കയറൂല. കാരണം നമ്മുടെ മനസ്സിൽ ഇതാണ് ശരി, ഇതെന്തോ വലിയ സംഭവമായിട്ട് നിൽക്കുകയും. പിന്നീട് ഇപ്പൊ വളർന്ന് നമ്മളെ ഒരു ലെവലെ കഴിഞ്ഞപ്പോ ഈ ഫുട്ബോളിലൊക്കെ തൂങ്ങിപ്പോകുന്ന ബാക്കി ഇപ്പോഴത്തെ തലമുറയിലെ ഇപ്പം കർശനമായിട്ട് ഡോറടച്ചാണ് പോകുന്നത്. ഗവൺമെന്റ് അങ്ങനെ സ്ട്രിക്റ്റ് ആക്കി. എങ്കിലും അതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം, ഒരു 5-10 വർഷത്തിന് മുമ്പൊക്കെ ഞാനൊക്കെ ഈ ഫുട്ബോളിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് പോകുന്ന പിള്ളേരെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. ഇവരെന്തോ വലിയ സംഭവം പോലെയാണല്ലോ ഇവരിങ്ങനെ തൂങ്ങിക്കിടന്നത് പോകുന്നത്. പക്ഷെ അന്നൊരു സമയത്ത് ഇങ്ങനെയായിരുന്നു ഞാൻ. പക്ഷെ വളർച്ചയുടെ ഒരു ലെവലെത്തിയപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പക്വതയൊക്കെ വരുമ്പോഴാണ് അന്ന് ചെയ്ത മണ്ടത്തരങ്ങളൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നത്. പക്ഷെ അന്ന് ആ പ്രായത്തിൽ ആരെങ്കിലും പറഞ്ഞ് അനുസരിക്കൂ, ഇതാണ് ശരി എന്ന് ആരെങ്കിലും പറഞ്ഞ് തിരിച്ചറിയൂല. അപ്പൊ ഞാനതുകൊണ്ട് ഫുട്ബോളിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവരെ കാണുമ്പോൾ ഞാൻ ഒന്നും പറയാൻ ഉള്ളിൽ ഞാൻ എന്നെ തന്നെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ബസ്സിന്റെ അതൊക്കെ പോണ സമയത്ത് അങ്ങനെ ചിരിക്കും. പക്ഷെ അവരെ പറഞ്ഞ് പഠിപ്പിക്കാനൊന്നും പറ്റൂല. കാരണം എന്നെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ ഞാനൊന്നും കേട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ ഞാൻ അവരെ പറഞ്ഞ് പഠിപ്പിക്കും, അവർ കേൾക്കും. അപ്പൊ അവരവരെ വഴിക്ക് വിട്ടുവയ്ക്കുക. കുറച്ചുനാൾ ഞാൻ ഫുട്ബോളിലൊക്കെ പോയി. എന്റെ ഒരു സുഹൃത്ത് ഫുട്ബോളിൽ തൂങ്ങി പോയ സമയത്ത് തല പോസ്റ്റിലിടിച്ച് അവസാനം അവൻ ഒരു അബോധാവസ്ഥയിലൊക്കെ ആയിട്ട് പിന്നെ ഉണർന്നതിന് ശേഷം അവൻ ഇത്തിരി മാനസിക രോഗി പോലെയൊക്കെ ആയിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമുള്ള സംഭവമായിരുന്നത്. അപ്പൊ ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പം അതേപോലെ ഇവരുടെ അടുത്തൊക്കെ പറയും മാതാപിതാക്കൾ, ഇവരൊക്കെ പറയുമായിരിക്കാം. പക്ഷെ നമ്മൾ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ശത്രുവാകും. അതുകൊണ്ട് ഞാൻ ഈ പേഴ്സണലായിട്ട് എന്റെ അടുത്ത് ആരെങ്കിലും ഫോൺ ചെയ്യാനും വിളിക്കാനും ഒക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മാക്സിമം സംസാരിക്കാറില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ ഒട്ടുമില്ല. കാരണം അവരവരുടെ സിദ്ധാന്തങ്ങളും അവർ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുമാണ് തർക്കിച്ചുകൊണ്ട് സംസാരിക്കാൻ വരുന്നത് പലരും. ശരിക്കും ഇത് തെറ്റാണ് എന്ന് എനിക്ക് പറയാനും പറ്റൂല. കാരണം ഒരു സമയത്ത് ഇതൊക്കെ ആയിരുന്നല്ലോ ഞാനും ശരിയായിട്ട് വിചാരിച്ചിരുന്നത്. പിന്നീടല്ലേ അനുഭവത്തിലൂടെ എനിക്കിതൊക്കെ മനസ്സിലാക്കി തന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നേരത്തെ കൂട്ടി ഇൻഫർമേഷൻസ് ഒക്കെ എന്റെ ഉള്ളിൽ കിട്ടിയിട്ട് മനസ്സിലാക്കി വന്നതുകൊണ്ട് എനിക്ക് പിടികിട്ടി. പക്ഷെ പലർക്കും ആ ഇൻഫർമേഷൻസ് ഇല്ലല്ലോ. ഉള്ളവരുണ്ട്, അനേകരുണ്ട്. പക്ഷെ പലർക്കും ആ ഇൻഫർമേഷൻ ഇല്ല. ഉള്ളിലൂടെ ദൈവത്തിന് അവരുള്ള ആ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടാത്ത പലരും ഉണ്ട്. പക്ഷെ അവരൊക്കെ ദൈവം ആ ഒരു ലെവലിലേക്ക്, ആ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി ഭൂമിയിലിട്ട് പഠിപ്പിക്കും, ട്രെയിൻ ചെയ്യും. അപ്പൊ അവർക്ക് ആ ഒരു ട്രെയിനിങ് പീരീഡില് ഇതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇതായിരുന്നു ശരിയെന്ന ബോധം വരാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എന്നോട് ദൈവം പറയുന്നുണ്ട്, ഈ മെസ്സേജിൽ കേൾക്കുന്ന ഇതിലൊരു 10-15% പേര് മാത്രമേ ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായിട്ടൊരു വിശ്വാസം എടുക്കുന്നുള്ളൂ. വെറും 10-15%. ബാക്കി എല്ലാവരും വെറുതെ കേട്ടിട്ട് ഈ രണ്ടും കെട്ടൊരു മനസ്സിലാണ് പലരും കേൾക്കുന്നത്. പലരും ഇവൻ എന്ത് ആണ് അടുത്ത തള്ളി വിടുന്നതെന്ന് അറിയാനാണ് പലരും കേട്ടുകൊണ്ടിരിപ്പുള്ളത്. അല്ലാതെ ഇതൊന്നും ഉൾക്കൊള്ളാനൊന്നും അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പലരും ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സാമ്പത്തിക നഷ്ടം, മാനസിക ടെൻഷൻ, പിന്നെ ശാരീരിക പീഡനം, ഇതൊക്കെയാണ് ഈ കർമ്മ ബാലൻസ് ആവാനുള്ള 3 ഉപാധികൾ. അപ്പം ഇത് നടക്കണം, പലർക്കും നടന്നേ പറ്റൂ. അപ്പം ദൈവം അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രകൃതി അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്ന ചില സാഹചര്യത്തിലെ ഇതിനു വേണ്ടി, കാരണം അവരെ ആത്മാവിനെ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കർമ്മ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ ചില പ്രശ്നങ്ങൾ വരുന്നത്. പ്രശ്നങ്ങൾ നേരത്തെ മുൻകൂട്ടി പ്രശ്നം വരും എന്ന് പറഞ്ഞാൽ അവൻ നന്നായവണില്ലല്ലോ.
പകരം ഈ പ്രശ്നത്തിൽ നിന്ന് എസ്കേപ്പ് ആയി കളയും. അപ്പം പ്രകൃതിക്ക് വേറൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇവനെ അതിലോട്ട് കൊണ്ട് ബാലൻസ് ചെയ്യാൻ പോയില്ല. അപ്പൊ ഇരട്ടി ജോലിയാവും. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളും മുൻകൂട്ടി സംഭവിക്കാൻ പോകുന്നത് പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പലതും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എത്രയോ പെട്ടെന്ന് ഈ സംഭവിച്ച് പലരും അതിൽ കർമ്മകൾ അനുഭവിച്ച് ബാലൻസ് ചെയ്താൽ പെട്ടെന്ന് ആത്മാക്കൾക്ക് മോക്ഷത്തിലേക്ക് എത്തുകയോ സത്യയുഗത്തിലേക്കൊക്കെ എത്തുകയോ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനായിട്ട് ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ വ്യവസ്ഥകളെ ലേറ്റ് ആക്കിക്കുന്നില്ല. അതുകൊണ്ടാണ് പലതും പറയാത്തത്. ഇതൊക്കെ എന്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയും കണ്ടും പഠിച്ചതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് എന്നിലൂടെ മാത്രമല്ല പല വ്യക്തികളിലൂടെയും ഈ പ്രകൃതി ഇപ്പം ഇടപെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊണ്ടുവരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുക, മനസ്സിലാക്കുക. ചാടിക്കേറിയൊന്നും നന്നാവാമെന്ന് ആരും അല്ലെങ്കിൽ ഒരു മാറ്റമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ മനസ്സും നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളും പെട്ടെന്നൊന്നും നിങ്ങളെ അങ്ങനെ വിട്ടുകൊടുക്കൂല. പക്ഷേ സൃഷ്ടാവാൻ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ചില ശക്തികൾ നിങ്ങളെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നന്നാക്കി എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ചില സാഹചര്യത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് താനെ ചേഞ്ചായി വന്നുകൊള്ളും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ